ഹലോ ഫ്രണ്ട്സ്, ഞാൻ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ, കാരണം ഇനി എത്ര പ്രായമായാലും കാൽമുട്ടിനാണെങ്കിലും കൈമുട്ടിനാണെങ്കിലും അതുപോലെ ശരീരം മുഴുവനും വേദന ഉണ്ടെങ്കിൽ പോകുന്ന അടിപൊളി ഒരു സൂത്രം കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നല്ല സിമ്പിളായിട്ടൊരു സൂത്രമാണ്. നമുക്ക് നിങ്ങൾക്ക് കാലുവേദന, കൈവേദന, അതുപോലെ നടുവേദന, ശരീരം മുഴുവൻ വേദനയുണ്ട് എങ്കിൽ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ നല്ലപോലെ വേദന മാറുന്ന അടിപൊളി ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. സിമ്പിളാണ്, നമ്മുടെ വീട്ടിലുള്ള സാധനം മാത്രം മതി കേട്ടോ. ഇപ്പോൾ ഇതിനെ ഒരു തവിയിലേക്ക് ഇതുപോലെ കുടുവൻ തവി എടുക്കുക. അതിലേക്ക് നമ്മുടെ വീട്ടിലെ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് കടുകെണ്ണ എടുക്കുക, അല്ലെങ്കിൽ നല്ലെണ്ണ എടുക്കുക. ഇത് ഏതെണ്ണയാണെങ്കിലും മതി കേട്ടോ. വേറെ ഒരു എണ്ണ എടുക്കല്ലേ, ഒന്നെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് കടുകെണ്ണയാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമുക്കൊരു കഷ്ണം പച്ച കർപ്പൂരമാണ്. നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന കർപ്പൂരം എടുക്കരുത്, നമ്മുടെ അങ്ങാടി കടകളിൽ നിന്ന് പച്ച കർപ്പൂരം തന്നെ മേടിക്കുക കേട്ടോ. ഈ ഒരു പച്ച കർപ്പൂരത്തിനാണ് എഫക്റ്റ് കൂടുതൽ കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു മരുന്ന് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല. നമുക്ക് വേദന വരുമ്പോഴെല്ലാം നമ്മളിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. നമ്മളിത് വെച്ചുകൊണ്ടിരുന്നിട്ട് അതിൻ്റെ ഒരു മണവും ആ സത്തും കൂടെ ഒന്നും പോകാതിരിക്കാൻ വേണ്ടി ആവശ്യമുള്ളതിനനുസരിച്ച് മാത്രം ഉണ്ടാക്കി തേക്കുന്നതാണ് നല്ലത് കേട്ടോ. കുപ്പിയിലൊക്കെ അടച്ച് വെക്കുവാണെങ്കിൽ, നമ്മൾ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്മെല്ല് പോവും. അപ്പോൾ ആ ഒരു കർപ്പൂരത്തിൻ്റെ ഒരു സ്മെല്ല് അങ്ങനെ തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അന്നപ്പം തന്നെ ഫ്രഷോടുകൂടി ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് കുറച്ച് എണ്ണയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ കാലിനും കൈക്കും ഒക്കെ പുരട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കർപ്പൂരം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി ഒന്ന് അലിയിപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുക്കേണ്ട ചൂട് മതി. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു മരുന്നും കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തലവേദനയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തലയ്ക്ക് നെറ്റിയിലെല്ലാം തൂത്ത് കൊടുക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ ജലദോഷം തുമ്മലൊക്കെ ഉണ്ട് ചങ്കത്തിങ്ങനെ, നമുക്ക് കുട്ടികളുടെ ആണെങ്കിൽ ചങ്കത്തൊക്കെ തൂത്ത് കൊടുക്കാനും ചെവിയുടെ പിറകിലും ഒക്കെ നമുക്ക് തൂത്ത് കൊടുക്കാനും, കഴുത്തിന് വേദന ഉണ്ടെങ്കിൽ കഴുത്തിന് പിറകിൽ ചെറിയ രീതിയിലൊന്ന് തേച്ച് മസാജ് ചെയ്യാനും വളരെ നല്ലതാണ്. പിന്നെ മുട്ടുവേദനയാണ് ഇപ്പോൾ സ്ഥിരം എല്ലാവർക്കും അല്ലേ. നമുക്ക് കയറി ഇറങ്ങി വീട്ടമ്മമാരാണെങ്കിലും കയറി ഇറങ്ങി ജോലി ചെയ്തൊക്കെ നടക്കും പെട്ടെന്ന് മുട്ടുവേദനയും മുട്ടിൻ്റെ അടിഭാഗം വേദനയും കാലിൻ്റെ കുതികാല് വേദനയും ഒക്കെ വരും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതൊന്ന് തയ്യാറാക്കിയിട്ട് നിങ്ങളൊന്ന് തേച്ച് നോക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. നമ്മുടെ കൈയുടെ കുഴയ്ക്കൊക്കെ, നമ്മൾ ജോലിയൊക്കെ ചെയ്ത് നടക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ ഈ കൈയുടെ കുഴയ്ക്കൊക്കെ നല്ല വേദന എടുക്കുമ്പോൾ കുറച്ച് ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് കൈമുട്ടിനും അതുപോലെ കൈയുടെ കുഴ ഭാഗത്തും ഒക്കെ ഒന്ന് തൂത്ത് കൊടുക്കുക. അപ്പോൾ വേദന എല്ലാം പെട്ടെന്ന് മാറും. ഇത് പുരട്ടിയിട്ട് ചൂട് പിടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒറ്റ യൂസ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. എനിക്കൊരു അങ്ങാടി വൈദ്യം പറഞ്ഞു തന്നാണ് കേട്ടോ. നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ കുട്ടികളൊക്കെ ഫുട്ബോൾ കളിക്കുകയും അത് ഓടുകയും ഒക്കെ ചെയ്യുമ്പോൾ കുട്ടികളുടെ കാലൊക്കെ ഇടറുകയും, അതുപോലെ എന്നെ കമ്പിനെ ഇടറുമ്പോൾ നല്ല വേദനയായിരിക്കും, നരമ്പൊക്കെ നല്ല വീങ്ങിയിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളിതൊന്ന് തൂത്ത് കൊടുത്ത് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്യുമ്പോൾ നരമ്പൊക്കെ തുറക്കുകയും നല്ലൊരു റിസൾട്ട് കിട്ടുക. ആ വേദന എല്ലാം മാറി, നീരൊക്കെ ഉണ്ടെങ്കിൽ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ മാറുന്നതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് കൈ കൊണ്ട് ചുമ്മാ നമ്മുടെ കൈ ചൂട് മാത്രമേ മതി. ഇതിനൊക്കെ കൈ ചൂടിന് തേച്ച് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് മസാജ് ചെയ്യുമ്പോൾ നല്ല കൈ ചൂട് കിട്ടുമ്പോൾ തന്നെ നല്ലൊരു വേദന ആ കാലിൻ്റെ കുതിങ്കാലിനാണെങ്കിലും കാൽമുട്ടിനാണെങ്കിലും ഒക്കെ മാറുന്നതാണ് കേട്ടോ. നരമ്പൊക്കെ ഇങ്ങനെ പിടച്ച് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ലപോലെ ആ വേദനയെല്ലാം മാറുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ശക്തിക്കൊന്നും മസാജ് ചെയ്യേണ്ട കാര്യം, ജസ്റ്റ് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. കുട്ടികൾക്കാണെങ്കിലും ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നീർക്കെട്ടും വേദനയൊക്കെ മാറുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഒറ്റ യൂസ് ചെയ്യുന്ന എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ നല്ല മഞ്ഞൊക്കെ ഉള്ള ഇതല്ലേ, അപ്പോഴത്തേക്കും നമുക്ക് കാലുവേദനയും കൈവേദനയും ഒക്കെ വളരെ കൂടും. അതുപോലെ ജലദോഷം തുമ്മൽ കഫക്കെട്ട് ഇതെല്ലാം ഉണ്ടാകും. അപ്പോൾ ഈ ചങ്കത്തൊക്കെ രീതിയിൽ തൂത്തിട്ട് കിടക്കുവാണെങ്കിലും ഇതിന് നമുക്ക് ചുമയും കഫക്കെട്ടിൽ നിന്നൊക്കെ നല്ലപോലെ ഒരു ഇത് കിട്ടും. നമുക്കതിന് നല്ലൊരു മാറ്റം വരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആൾക്കാർ, ഡ്രൈവർ ഒക്കെ കാണുമല്ലോ, അവർ എപ്പോഴും സ്റ്റിയറിങ് ചവിട്ടിയും അതുപോലെ തന്നെ വണ്ടിയൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും കാലിനും നടുവിനും കൈക്കൊക്കെ വേദന, കൈയുടെ കുഴയ്ക്കൊക്കെ വേദന വരും. കണ്ട മുട്ടിൻ്റെ ഭാഗമായിരിക്കും കൂടുതൽ
വേദനിക്കുന്നത്, കൗത്തിങ്കാലിൻ്റെ ഭാഗമൊക്കെ ആയിരിക്കും നല്ല വേദനിക്കുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുട്ടിൽ പെരട്ടുമ്പോൾ മുട്ടിൻ്റെ ഈ അടിഭാഗത്തൂടെ പെരട്ടി കൊടുക്കാൻ നോക്കണം കേട്ടോ. അവിടെയും കൊണ്ട് നമുക്ക് ആ നീരൊക്കെ ഇറങ്ങാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ മുട്ടിലൊക്കെ തൂത്ത് കൊടുത്തിട്ട് ചെറിയ രീതിയിലൊന്ന് തൂത്ത് കൊടുത്തിട്ട് വൈകുന്നേരമാണ് അവർക്ക് സമയം കിട്ടുമ്പോൾ എപ്പോഴാണ് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ ആ കാലുവേദനയും കൈവേദനയാണെങ്കിലും ഒക്കെ മാറുന്നത് കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ടാണ് ഈ ഒരു ഇത് നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ. അപ്പോൾ ഒറ്റ പ്രാവശ്യം നിങ്ങൾ ആദ്യമേ ചെയ്യുമ്പോൾ ഒറ്റ പ്രാവശ്യത്തേക്കുള്ള മാത്രം ചെയ്യുക, പിന്നെ ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അല്ലാതെ ഈ നമ്മൾ കുപ്പിയിലേക്ക് ഒന്ന് ഒഴിച്ച് സൂക്ഷിച്ച് വെക്കേണ്ട കാര്യം, അതിൻ്റെ സ്മെല്ല് നഷ്ടപ്പെടരുത്, അതിൻ്റെ ഒരു എഫക്റ്റ് അത് നഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ ചെയ്ത് വെക്കുമ്പോൾ ഇതാവും. അതുമാത്രമല്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പച്ച കർപ്പൂരം തന്നെ മേടിക്കണം. അല്ലാതെ കടകളിൽ കിട്ടുന്ന ആ കർപ്പൂരം മേടിക്കാതെ അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടുന്ന കർപ്പൂരം തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ദേഹത്തെല്ലാം കാലിലും നമ്മുടെ ശരീരത്തൊക്കെ നമുക്കിത് തേക്കാവുന്നുള്ളൂ. വേദനയുള്ള ഭാഗങ്ങളിലെല്ലാം ഇത് തേച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് വീടുകളിൽ ചെയ്ത് നോക്കും. അപ്പോൾ ഒത്തിരി നല്ല വേദനയൊക്കെ സഹിച്ച് കിടക്കുന്ന ആൾക്കാരെ എല്ലാവരും കാണുമായിരിക്കും അല്ലേ. അപ്പോൾ അവരെല്ലാവരും ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക, നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണം. അഥവാ ഈ എണ്ണ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇച്ചിരി കൂടിപ്പോയെങ്കിൽ ഇതിൻ്റെ സ്മെല്ലൊന്നും പോകാതെ ഒരു കുപ്പിയിലാക്കി അടച്ച് മാറ്റി വെക്കുക കേട്ടോ. ഈ തുറന്ന് വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഗുണങ്ങളെല്ലാം പോകുന്നതായിരിക്കും. അതുകൊണ്ട് ഒരു കുപ്പിയിലൊക്കെ ആക്കി അടച്ച് നല്ല മുറുക്കി അടച്ചിട്ട് വെക്കുക. അത് നമ്മൾ ഡെയിലി കുളിക്കുന്നതിന് മുമ്പ് കയ്യിലെ വേദനയുള്ള ഭാഗങ്ങളെല്ലാം തേച്ചതിന് ശേഷം മാത്രം കുളിക്കുക. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളോടെ ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.